കുറച്ച് ക്വസ്റ്റ്യൻസ് സെക്ഷനിലേക്ക് പോകാം. ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ എഫ് ഓഫ് എ ബി സി എന്ന് പറയുന്നത് സിഗ്മ ഓഫ് എം ഓഫ് 2367 യൂസിങ് മൾട്ടിപ്ലക്സർ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ട്രൂത്ത് വാല്യൂ സംഭവം നമ്മൾ മൾട്ടിപ്ലക്സർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഏത് മൾട്ടിപ്ലക്സറാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എങ്ങനെ അറിയാം? ഇവിടെ നോക്കിയേ, എഫ് ഓഫ് എ ബി സി 3 വേരിയബിൾസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 2 8. അപ്പോൾ 8:1 മക്സാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് എത്ര വേരിയബിൾസ് യൂസ് ഉണ്ടെന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഏത് ടൈപ്പ് മൾട്ടിപ്ലക്സർ യൂസ് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 3 വേരിയബിൾസ് ആയതുകൊണ്ടാണ് 8:1 മക്സ് യൂസ് ചെയ്യുന്നത്. ഇനി 0 മുതൽ 7 നമ്മൾ മാർക്ക് ചെയ്തു. 3 സെലക്ഷൻ ലൈൻസ്, 3 വേരിയബിൾസ് ആയതുകൊണ്ട് 3 സെലക്ഷൻ ലൈൻസ് എ ബി സി നമ്മൾ വരച്ചു. പുറത്തേക്ക് ഔട്ട്പുട്ട് എഫ് വരച്ചു. ഇനി 0 മുതൽ 7 വരെ നമ്മൾ പോയിൻറ്റ്സുകൾ മാർക്ക് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ 2367 ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ 2367 ഈ 4 നമ്മൾ ഏതിലേക്ക് കണക്ട് ചെയ്യണം? ലോജിക് 1ലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, ബാക്കി 0 1 4 5 എന്നുള്ളത് ലോജിക് 0ലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ തന്നിരിക്കുന്ന മിൻ ടേംസ് ഏതാണ്? ഇവിടെ നമുക്ക് മിൻ ടേംസ് തന്നിരിക്കുന്നത്. ആ മിൻ ടേംസ് ഏതാണോ അത് നമ്മൾ ലോജിക് 1ലേക്കും ബാക്കി വേക്കൻ്റായി എടുക്കുന്നതും ലോജിക് 0ലേക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഗ്രൗണ്ട് എന്ന് പറയാം. ഈ സിമ്പിൾ ഉദ്ദേശിക്കുന്നത് ഗ്രൗണ്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെ. എഫ് ഓഫ് എ ബി എന്ന് പറയുന്നത് സിഗ്മ ഓഫ് എം ഓഫ് 01357. അത് നമ്മൾ മൾട്ടിപ്ലക്സർ യൂസ് ചെയ്തിട്ട് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇവിടെയും 3 വേരിയബിൾസാണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് 8:1 മക്സ് നമ്മൾ യൂസ് ചെയ്തു. അതിനുശേഷം 01357 നമ്മൾ ലോജിക് 1ലേക്ക് കണക്ട് ചെയ്തു. ബാക്കിയെല്ലാം ലോജിക് 0ലേക്ക് കണക്ട് ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കി വയ്ക്കുക. കൂടുതൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കാം. ഞാനും ഒരു പ്രോബ്ലം സെക്ഷൻ പോലെ വേറെ ഒരു സെക്ഷൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് നോക്കാം. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് n ബിറ്റ് പാരലാഡർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഈ n ബിറ്റ് പാരലാഡർ നമുക്ക് എക്സാമ്പിളായിട്ട് പഠിക്കാനുള്ളത്? 4 ബിറ്റ് പാരലാഡർ ആണ്. എന്തുകൊണ്ടാണ് ഈ പാരലാഡർ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ടു ആഡ് 2 n ബിറ്റ് ബൈനറി നമ്പേഴ്സ്, നമുക്ക് ബൈനറി നമ്പേഴ്സ് ആഡ് ചെയ്യാനാണ് നമ്മൾ ഈ 4 ബിറ്റ് പാരലാഡർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്ന് വെച്ചാൽ, 4 ബിറ്റ് ആയതുകൊണ്ട് നമ്മൾ 4 ഫുൾ ആഡർ വരയ്ക്കണം. 4 ഫുൾ ആഡർ വരയ്ക്കുക. ഫസ്റ്റത്തെ ഫുൾ ആഡർ എന്ന് പറയുന്നത് FA0 ആണ്. അതിലേക്ക് വരുന്ന ക്യാരി ഇൻ എന്ന് പറയുന്നത് CN ആണ്. അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ക്യാരി ഔട്ട് C0 ആണ്. ആ C0 അടുത്ത ഫുൾ ആഡറിൻ്റെ ഇൻപുട്ടായിട്ട് പോകുന്നു. ഓക്കെ, ഓരോ ഫുൾ ആഡറിലേക്കും A B എന്ന് പറഞ്ഞിട്ട് 2 ബൈനറി നമ്പേഴ്സ് പോകുന്നുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് S0 S1 S2 S3 പോകുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഒരു 4 ബിറ്റ് പാരലാഡറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ 4 ഫുൾ ആഡർ ക്യാരി ഇന്നുണ്ട്, ക്യാരി ഔട്ടുണ്ട്. സമ്മ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നുണ്ട്. ഓരോ ഫുൾ ആഡറിലും നമുക്ക് A0 B0 A1 B1 എന്ന് പറഞ്ഞ ഇൻപുട്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, ഇൻക്രീസസ് പ്രൊപ്പഗേഷൻ ഡിലേ ആൻഡ് ഡിക്രീസസ് ഓപ്പറേറ്റിംഗ് സ്പീഡ്. കാരണം എന്താ വെച്ചാൽ, ഇത് നടന്നാലാണ്, മനസ്സിലായോ? ഈ FA0 പറഞ്ഞ സംഭവം നടന്നാലാണ് അടുത്ത FA ഫുൾ ആഡറിലേക്കുള്ള ഇൻപുട്ട് നമുക്ക് കിട്ടുള്ളൂ, അല്ലേ? ഇതിൻ്റെ ക്യാരി ഔട്ടാണ് അടുത്തേക്ക് പോകുന്നത്. ഇതിൻ്റെ ക്യാരി ഔട്ടാണ് അടുത്ത ഫുൾ ആഡറിൻ്റെ ഇൻപുട്ടായി പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ പ്രൊപ്പഗേഷൻ ഡിലേ, ഇവിടുന്ന് ഇങ്ങോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കുറച്ച് ഡിലേ വരും. കാരണം വെച്ചാൽ ഓരോന്നിൻ്റെയും ഇൻപുട്ടാണ് അടുത്തേക്ക് പോകുന്നത്, ഓരോന്നിൻ്റെ ഔട്ട്പുട്ടാണ് അടുത്തേക്ക് പോകുന്നത്. പിന്നെ ഡിക്രീസസ് ഓപ്പറേറ്റിംഗ് സ്പീഡ്. അപ്പോൾ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പീഡ് കുറയും. അതാണ് ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതായത് ഓരോന്നിൻ്റെയും ക്യാരി ഔട്ട്പുട്ടാണ് അടുത്ത ഫുൾ ആഡറിലേക്കുള്ള ക്യാരി ഇന്നായിട്ട് പോകുന്നത്. അപ്പോൾ പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഓപ്പറേറ്റിംഗ് സ്പീഡ് കുറയും. അതാണ് ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡ്രോബാക്ക് കളയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവമാണ് ക്യാരി ലുക്ക് അഹെഡ് ആഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓവർകംസ് ദ ഡ്രോബാക്ക് ഓഫ് പാരലാഡർ. പിന്നെ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സം ആൻഡ് ക്യാരി ഔട്ട്പുട്ട്സ് ഓഫ് ഈച്ച് സ്റ്റേജ് ആർ മെയ്ഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ റിസൾട്ട് ഓഫ് പ്രീവിയസ് സ്റ്റേജസ്. അതായത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ആ എഫക്റ്റ്, അതായത് എന്താണ്, ഇങ്ങനെ ഒരെണ്ണത്തിൻ്റെ ഔട്ട്പുട്ടാണ് അടുത്തതിൻ്റെ ഇൻപുട്ടായിട്ട് പോകുന്നത്. അങ്ങനത്തെ ഒരു എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് റിപ്പിൾ ക്യാരി ഇംപ്ലിമെൻറ്റേഷൻ. അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നതിൻ്റെയാണ് റിപ്പിൾ ക്യാരി ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ റിപ്പിൾ ക്യാരി ഇംപ്ലിമെൻറ്റേഷനിൽ അത് ഇവിടെ ഉണ്ടെങ്കിലും അതിന് ഡ്രോബാക്ക് ഇവിടെ ഉണ്ടെങ്കിലും ക്യാരി ലുക്ക് അഹെഡ് ആഡറിൽ ആ റിപ്പിൾ എഫക്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഡ്രോബാക്കിനെ ഓവർകം ചെയ്തിട്ടാണ് വരുന്നത്, ക്യാരി ലുക്ക് അഹെഡ് ആഡർ വരുന്നത്.
അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ക്യാരി പ്രൊപ്പഗേറ്റും ഉണ്ട്, ക്യാരി ജനറേറ്റും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കോമൺ ഫോം എന്ന് പറയുന്നത് ഇതാണ്. CI എന്ന് പറയുന്നത്, ഐ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രാമത്തെ സ്റ്റേറ്റാണ് ഉദ്ദേശിക്കുന്നത്. CI ഈക്വൽ ടു AI/BI പ്ലസ് AI XOR BI ഓഫ് C0. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ AI/BIനെ നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് എന്ത് എഴുതും? GI എന്ന് എഴുതും. AI XOR BI ഷോർട്ട് ഫോം ആയിട്ട് PI എന്ന് എഴുതും. അപ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റേജ്, ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജിൻ്റെ ഇത് കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് ഈ സീഡ് അവിടെ എന്ത് കൊടുത്തു? 2 എന്ന് കൊടുത്തു. A2 B2 പ്ലസ് A2 XOR B2 C1. കാരണം വെച്ചാൽ ഇവിടെ ഇതിൻ്റെ കോമൺ ഫോം എന്ന് പറയുന്നത് ശരിക്കും ഇതാണ്, AI/BI. ഇവിടെ സിയിൽ എന്ത് വരുന്നു അതിന് ഒന്ന് കുറഞ്ഞിട്ടായിരിക്കും ഈ C0 വരുന്നത്, അവസാനത്തെ C0 വരുന്നത്. അപ്പോൾ കാരണം ഇവിടെ നോക്കിയേ, CI ഈക്വൽ ടു GI പ്ലസ് PI ഇൻറ്റു CI-1 ആണ്. അപ്പോൾ ആ കോമൺ ആയിട്ടുള്ള ഫോമിൽ ഇവിടെ എന്താണ് സീൽ വരുന്നത് അതിനായിട്ട് ഒന്ന് കുറവായിരിക്കും ഈ സീൽ വരുന്നത്. അപ്പോൾ C2 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? G2 പ്ലസ് P2 ഇൻറ്റു C1 എന്ന് വരും. G2 പ്ലസ് P2 ഇൻറ്റു G1 പ്ലസ് P1 C0. ഈ C1 എന്ന് പറയുന്നത് എന്താണ്? C1 നമ്മൾ കണ്ടുപിടിക്കുക G1 പ്ലസ് P1 ഇൻറ്റു C0. അതിവിടെ അപ്ലൈ ചെയ്തു, ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫോം കിട്ടും. ഭയങ്കര സിമ്പിളാണ്. ഞാൻ അതിൻ്റെ ഒരു ഫിഗർ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ C0ൻ്റെ കേസിൽ എന്താ? C0ൻ്റെ കേസിൽ വേറെ ഒന്നുമില്ല, G0 പ്ലസ് P0 ഇൻറ്റു C-1 ആണ്. അപ്പോൾ അത് ഡയറക്റ്റ് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. പിന്നെ നമുക്ക് S1ലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? S1ലേക്ക് നമുക്ക് A0 B0യും A0 XOR B XOR എന്ന് വരും. A0 XOR B XOR ഞാൻ എഴുതിയത് A0 XOR B0 പിന്നെ A0 B0. ഇത് രണ്ടും കൂടിയിട്ടാണ് ഏതിലേക്ക് പോകുന്നത്? S0ലേക്ക് പോകുന്നത്. ഓക്കെ, ഇത് A1 B1 XOR ചെയ്യും A1 B1 തമ്മിൽ ആഡ് ചെയ്തു. അതിൻ്റെ റിസൾട്ടാണ് ഏതിലേക്ക് പോകുന്നത്? S1ലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഫിഗർ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി